ഈ ഹിൽ സ്റ്റേഷനിൽ മാത്രം എന്താ ഇത്രയ്ക്ക് തണുപ്പ്? അതാ പുറത്തേക്ക് പോകാനുള്ള വഴി. ട്രെയിൻ ഒരുപാട് ലേറ്റായി. റിക്ഷയോ അല്ലെങ്കിൽ കുതിരവണ്ടിയോ കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഹണി, ഒന്ന് സൂക്ഷിച്ച് നടക്ക. ശരി, വരുന്നു. ചേട്ടാ, രാജ്പൂരിലേക്ക് പോകാമോ? എടോ, ഭൂമു അല്ല, രാജ്പൂരിലേക്ക് പോണെന്നാ പറഞ്ഞത്. ഭൂതം. തലയില്ലാത്ത ഭൂതം വരുന്നു. രക്ഷിക്കണേ, ഇത് സ്റ്റേഷൻ വരെ വന്നിരിക്കുകയാണ്. തലയില്ലാത്ത ഭൂതം. എവിടെയാ ഭൂതം? എവിടെയെന്ന് പറ. എവിടെയാ ഭൂതം? എടാ, ഇത് തലയില്ലാത്ത ഭൂതമല്ല. ഇത് ഹണിയാണ്, എന്റെ അളിയൻ. തണുപ്പ് കൂടുതലായതുകൊണ്ട് സ്വെറ്ററിനടുത്ത് തലയിട്ട് മൂടിയതാ. അതാ ഞാനും ആലോചിച്ചേ. തലയില്ലാത്ത ഭൂതം എന്തായാലും ഇങ്ങോട്ടേക്ക് വരില്ല. അത് കാട്ടിലേക്ക് ഇറങ്ങി നടക്കൂ. എടോ, തലയില്ലാത്ത ഭൂതമാണെങ്കിൽ അതിനെ കൊണ്ട് എങ്ങനെ അലഞ്ഞു നടക്കാൻ പറ്റും? അതിനൊന്നും കാണാൻ കഴിയില്ലല്ലോ. സംശയമുണ്ടോ? അത് കറങ്ങി നടക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. വെരി ഗുഡ്. ഒന്ന് വരുമോ? ഞങ്ങക്ക് രാജ്പൂരിലേക്ക് പോണം. രാത്രിയിലോ? നിങ്ങൾക്ക് എന്താ വട്ടാണോ? ആരും തന്നെ വരികയില്ല. ഞങ്ങൾ അവിടെ എത്തിച്ചേരേണ്ടത് വളരെ അത്യാവശ്യമാണ്. രാജ്പൂരിലേക്കോ? ഈ രാത്രിയിലോ? ആ വഴിയിലൂടെ പോകാൻ പട്ടാപ്പകൽ പോലും എല്ലാരും പേടിക്കും. പാതിരാത്രിയിൽ അവിടെ തലയില്ലാത്ത ഭൂതമുണ്ട്. രാത്രിയായി കഴിയുമ്പോ സിംഹം ഗർജിക്കും, കരടിയും ആനയൊക്കെ കരയുന്ന ശബ്ദം കേൾക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനാ വലുത്. എടോ, അപ്പൊ ഞങ്ങൾ എങ്ങനെ പോവുക? വേണമെങ്കിൽ നമുക്ക് രാവിലെ പോകാം. ക്ഷമിക്കണം, വരാൻ അല്പം വൈകിപ്പോയി. നിങ്ങൾ ഗജേന്ദ്രൻ സിംഗ് സാറിന്റെ അതിഥികളല്ലേ? അതെ. വന്നോളൂ, നിങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങു കുതിരവണ്ടി അയച്ചിരിക്കുന്നത്. പോകുന്ന വഴിയിലുള്ള ആ ഭൂതമോ? അതൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാ. ഭൂതവും പ്രേതവും ഒന്നുമില്ല. കുതിരക്കാരനെ കാണുന്നില്ല. വണ്ടി ഓടിക്കുന്നവൻ രക്ഷപ്പെട്ടു. സംശയമുണ്ടോ? ഇനി ഈശ്വരനെ കൊണ്ട് രക്ഷിക്കാൻ കഴിയൂ. ഈശ്വരനെ കൊണ്ട് രക്ഷിക്കാൻ കഴിയില്ല, കുതിരയെ കൊണ്ട് രക്ഷിക്കാൻ കഴിയൂ. എന്റെ കുതിര, ഞാൻ പറയുന്നത് കേക്ക്. ഞങ്ങൾക്ക് രാജ്പൂരിലേക്ക് പോണം. അവിടേക്ക് കൊണ്ടുപോവാം, പ്ലീസ്. നീ പറഞ്ഞത് കുതിരയ്ക്ക് എങ്ങനെ മനസ്സിലാകും? നമുക്ക് അയാളോട് ചോദിക്കാം. ഞാൻ നിങ്ങളെ
സഹായിക്കണോ? അങ്ങേക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ടല്ലേ? തല കോട്ടിനകത്താക്കി വെച്ചിരിക്കുകയാണല്ലോ. ഞാൻ വേണമെങ്കിൽ ബട്ടൺ അഴിച്ചു തരാവേ. ഹണി, വാടാ, വേഗം ഇവിടുന്ന് പോകാം. ഇവിടെ ഭയങ്കരമായിട്ടുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട്. ഹണി, നമുക്ക് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കണം. നമുക്ക് മരത്തിന്റെ മുകളിൽ ഒളിച്ചിരിക്കാം. അല്ല, നീ എന്താ ചെയ്യാ? നമുക്ക് ഇവനെ പൊക്കി മുകളിലേക്ക് കേറ്റാം. എടാ. ഓ, ഓ, ഓ. കാട്ടിനുള്ളിൽ ട്രക്കോ? ഈ രാത്രിയിൽ ട്രക്കിന് എന്താ ഇവിടെ പണി? ഇവർക്ക് എന്താ ഭൂതത്തിന് പേടിയില്ലേ? നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ട്രക്കിൽ കയറണം. വേഗം വാ, എങ്ങനെയെങ്കിലും അതിൽ കയറാം. ഓ, ഓ. എടാ, ഇവന്മാരും മൃഗങ്ങളെ മോഷ്ടിക്കുന്നവരാ. അതുകൊണ്ടാണ് രാത്രിയിൽ ഇവിടെ മൃഗങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നത്. ട്രക്ക് ഓടിക്കുന്നത് ആരാണെന്ന് ഞാൻ നോക്കട്ടെ. പോപ്പട്ടെ, ആ കുതിരവണ്ടിയിൽ വരുമ്പോ ഞാൻ ഫോറസ്റ്റ് ഓഫീസർ കണ്ടിരുന്നു. അത് ഇവിടുന്ന് അധികം ദൂരമില്ല. നീ വേഗം ഫോറസ്റ്റ് ഓഫീസറിന്റെ വിവരം അറിയിക്കേ. എടാ, ഒന്ന് വേഗം, നേരം വെളുക്കാറായില്ലേ? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഫോറസ്റ്റുകാർ എത്തുന്നതിന് മുൻപ് തന്നെ ഇവർ രക്ഷപ്പെടും. ഞാൻ വേണമെങ്കിൽ പറയാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ, ഫോറസ്റ്റ് ഓഫീസർ വരികയാണെന്ന്. എടാ കഴുതേ, ഇവരെന്താ അവരുടെ കൂട്ടുകാരാ? അവര് വരുന്നത് വരെ ഇവരോട് വെയിറ്റ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും കളി കളിച്ച് നിർത്തണം. അതെയോ? എങ്കി വാ, നമുക്ക് അവരെയും കൂട്ടി കുട്ടിക്ക് പോലും കളിക്കാം. ഒന്ന് മിണ്ടാതിരിക്കേ, വേഗം എന്റെ കൂടെ വാ. ഇതെങ്ങനെയാ താഴേക്ക് വന്നതാ? ഒന്ന് ശരിക്കെടുത്ത് വെക്കിനടാ. ഇതെന്താടാ ഈ കാണിക്കുന്നത്? എന്റെ ചേട്ടായി, ഒന്ന് വന്ന് സഹായിക്കാമോ? ഇതിന് വല്ലാത്ത ഭാരം. എടാ, ഇത് ശത്രുക്കളാണ്, ശത്രുക്കൾ. ഓടിക്കോ. അടിക്കാനേ. ഫോറസ്റ്റുകാരെത്തി, സംശയമുണ്ടോ? എല്ലാവരെയും അറസ്റ്റ് ചെയ്യാ. എന്റെ സ്ഥലത്തേക്ക് വരാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? തലയിലെത്ത ഭൂതം ഓടിക്കൂ. ദേ നോക്ക്,
ഇവരൊക്കെ നിയമവിരുദ്ധമായ പണി ചെയ്യുന്നവരാ. ഇവിടുന്ന് പൊയ്ക്കോ, ഇല്ലെങ്കിൽ ഇതിനിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു കൊടുക്കാം. സംശയമുണ്ടോ? രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. എല്ലായിടത്തും ഭൂതത്തിനെ കണ്ട രക്ഷിക്കണം രക്ഷിക്കണം എന്ന് പറയുന്നത്, ഇവിടെ ഭൂതം രക്ഷിക്കണം എന്ന് പറയാ. രക്ഷിക്കണേ, 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 ആരെങ്കിലും രക്ഷിക്കണേ. ഇനി നിന്നെ ആരെ കൊണ്ടും രക്ഷിക്കാൻ കഴിയുകയില്ല. സംശയമുണ്ടോ? അല്ല ഇത് ഭൂതമല്ലല്ലോ, ഇത് ആ കുതിരവണ്ടിക്കാരനാണല്ലോ. അതെ, ഞാൻ ഫോറസ്റ്റ് ഓഫീസർമാരെ വിളിക്കാൻ പോകുന്ന സമയത്ത് ഇവൻ ഭൂതത്തിന്റെ കോട്ട് അഴിച്ചു വെച്ച് അവിടെ ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു. സംശയമുണ്ടോ? എന്താ ഇതൊക്കെ? സാർ, ഞാനൊരു ദരിദ്രനായ ഗ്രാമവാസിയാണ് സാർ. രാത്രി ഞാൻ ഭൂതത്തിന്റെ വേഷം കെട്ടി അഭിനയിക്കാൻ വേണ്ടി ഇയാൾ എനിക്ക് പൈസ തരുമായിരുന്നു. കൊള്ളാം, നല്ല പ്ലാൻ തന്നെയാ. ഭൂതം എന്ന് പറഞ്ഞ് പേടിപ്പെടുത്തിയാ രാത്രി ജനങ്ങളോ ഫോറസ്റ്റ് ഓഫീസറോ പോലീസുകാരോ ആരും തന്നെ കാട്ടിലേക്ക് വരില്ല. അപ്പോൾ അവർക്ക് മൃഗങ്ങളെ മോഷിച്ചോണ്ട് പോവാം. കൊള്ളാം. ഇവർക്കുള്ള ശിക്ഷ എന്തായാലും കിട്ടുക തന്നെ ചെയ്യും. നന്നായി കുട്ടികളെ, നിങ്ങൾ കാരണം ഇവന്മാരെ പിടിക്കാൻ പറ്റി. എന്നാ നിങ്ങൾ ഞങ്ങൾക്കൊരു സഹായം ചെയ്യണം. രാജ്പൂരിൽ ഞങ്ങളെ എത്തിക്കണം. ഇനിയും നടക്കാനുള്ള ആരോഗ്യം ഞങ്ങൾക്കില്ല.